നമുക്ക് നേരെയുള്ള വിമർശനങ്ങളെ കൂട്ടിച്ചേർത്ത് ജീവിതത്തിലേക്കുള്ള നാഴികക്കല്ലാക്കി മാറ്റുക. എല്ലാ കൂട്ടുകാർക്കും നന്മയും സ്നേഹം നിറഞ്ഞൊരു നല്ല സുദിനം ആശംസിക്കുന്നു. ഇറ്റ്സ് മീ നീതു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഹൗ ടു ഡീൽ ക്രിറ്റിസിസം അല്ലേ. നമ്മളെല്ലാവരും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവരായിരിക്കും. എന്നെ സംബന്ധിച്ചൊരു 10ാം ക്ലാസ് വരെയൊക്കെ ആരെങ്കിലും എന്നോട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങളാരാ എന്നോട് പറയാൻ? ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള എന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്താൽ മതി. പിന്നെ കുറച്ചും കൂടി വളരുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. പോസിറ്റീവ് അതിലവർ പറയുന്നതിൽ പോസിറ്റീവ് എന്തെങ്കിലും ഉണ്ടോ, അതോ നെഗറ്റീവാണോ, എന്നെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി പറയുന്നതാണോ? അപ്പം ക്രിറ്റിസിസം എന്ന് പറയുന്നത് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട് അല്ലേ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചുറ്റുമുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളെ സിനിമാ മേഖല ചുട്ടുപൊളിക്കുന്ന ഒരു തലങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലേ. അവിടെ ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ട്. വിമർശനങ്ങൾക്ക് നേരെ കാത് കൊട്ടി അടച്ചവരെയും നമുക്ക് കാണാം. വിമർശനങ്ങളെ നല്ല രീതിയിൽ ആരോഗ്യകരമായിട്ട് കൈകാര്യം ചെയ്യുന്നവരെയും കാണാം. അപ്പൊ വിമർശനങ്ങൾ എങ്ങനെയാണ് നാം നേരിടേണ്ടത്? നമുക്ക് വിമർശനങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടാൻ സാധിക്കണം. അതിൽ നന്മയാണോ ഉള്ളത്, അതോ നമ്മുടെ തിന്മയെ പ്രൊജക്റ്റ് ചെയ്യാനുള്ളതാണോ എന്നത്. അതിനൊരു കഥ പറയാം. 2 തവളകൾ ഒരു കിണറിൽ അകപ്പെട്ടുപോയി. അതിൽ 2 തവളകളും നന്നായിട്ട് പുറത്തേക്ക് വരാൻ പരിശ്രമിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ആഴമുള്ള കിണറാണ്, പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടിട്ട് തൊട്ടടുത്തുള്ള വേറൊരു വ്യക്തി പറയാണ്, നിങ്ങളിങ്ങനെ കഷ്ടപ്പെടണ്ട, നിങ്ങൾക്ക് ഒരിക്കലും ഈ കിണറിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഈ കിണറിൽ അകപ്പെട്ട ആരും തന്നെ രക്ഷപ്പെട്ട് പോയിട്ടുമില്ല. ഇത് കേട്ട പാടെ എന്ത് ചെയ്യും? ഒരു തവള അതിന്റെ ചാട്ട അങ്ങ് നിർത്തും. എന്തായാലും കാര്യമില്ല, പെട്ട്, ഇനി ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് എൻ്റെ ലൈഫ്. പക്ഷെ വേറെ ഒരു തവള, മറ്റേ തവള ചാടിക്കൊണ്ട് നിൽക്കുന്നു. അപ്പൊ ആ തവളയോട് ഈ വേള വീണ്ടും പറയാണ്, നീ എന്തായാലും രക്ഷപ്പെടൂല, നീ ഇതിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോയി. പക്ഷെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഏതോ ഒരു ചാട്ടത്തിൽ ഈ തവള ആ കിണറിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീഴും. അപ്പൊ ഇത് കണ്ട ഈ വ്യക്തിക്ക്, ഈ ഒരു ആൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. അത് ഇതിന്റെ പിന്നാലെ പോയിട്ട് ചോദിക്കും, എങ്ങനെയാണ് നീ രക്ഷപ്പെട്ടത്? ഒരുപാട് പിന്നാലെ പോയി ചോദിച്ചിട്ടും ഈ തവള തിരിച്ചൊന്നും റെസ്പോൺസ് ചെയ്യില്ല. പിന്നെയാണ് അതിന്റെ കാരണം മനസ്സിലായത്. ആ തവളക്ക് ചെവി കേട്ടുകൂടായിരുന്നു. അപ്പോൾ നമ്മളെ ചില വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. നമുക്ക് ആവശ്യമുള്ള വിമർശനങ്ങളാണെങ്കിൽ മാത്രം നമ്മൾ അതിന് നല്ല രീതിയിൽ ആരോഗ്യകരമായിട്ട് മറുപടി കൊടുക്കുക. ഇപ്പോൾ ഒരാൾ എന്നോട് പറയാണ്, നിനക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, നിന്റെ ക്യാരക്ടറിൽ നീ നല്ലതാണ്, പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയാൽ നീ കുറച്ചുകൂടി ബെറ്റർ ആവും. അപ്പോൾ ആ ഒരു സജഷൻ നല്ലതാണെങ്കിൽ ആ ഒരു ക്രിറ്റിസിസത്തെ ഞാൻ ഏറ്റുവാങ്ങുന്നു. എൻ്റെ ബിഹേവിയറിൽ ഞാൻ അത് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അവർ പറഞ്ഞ കാര്യങ്ങൾ. അതല്ലെങ്കിൽ നെവർ മൈൻഡ്. അതുപോലെ തന്നെ ക്രിറ്റിസിസത്തിന്റെ വേറൊരു തലമാണ്, അല്ലെങ്കിൽ വേറൊരു അപ്രോച്ചാണ് സാൻഡ്വിച്ച് അപ്രോച്ച് എന്ന് പറയുന്നത്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അയാളുടെ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞാൽ ആൾ ഓട്ടോമാറ്റിക് നെഗറ്റീവായി പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അയാളെ സാൻഡ്വിച്ച് അല്ലെങ്കിൽ ബർഗർ അപ്രോച്ചിലൂടെ വേണം അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ലൈഫ് വെച്ച് എക്സാമ്പിൾ പറയാം. ഞാനൊരു എംപ്ലോയി ആണല്ലോ. അപ്പോൾ എൻ്റെ മാനേജർ അല്ലെങ്കിൽ എൻ്റെ ഓണർ വിളിച്ചിട്ട് എന്നോട് പറയാണ്, നീതു, നീ നല്ല സ്റ്റാഫാണ്, നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ ഇപ്പൊ നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ നെഗറ്റീവ്സും കാര്യങ്ങളും ഉണ്ട്, നമുക്ക് നമ്മുടെ എയിം എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇയാളുടെ ശ്രദ്ധ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇയാൾക്ക് പറ്റും, ഇനിയും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണം. അടുത്ത ലെവലിലേക്ക് നമ്മൾ ഉയർന്നു വരേണ്ട ഒരു വ്യക്തിയാണ് നീതു. അപ്പം നമ്മൾ നീതുവിന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് തനിക്ക് വരാൻ പറ്റും. അപ്പം ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇത് ആണ് സാൻഡ്വിച്ച് അപ്രോച്ച് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ നെഗറ്റീവ്സ് പറയുന്നു,
പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കഴിവുകൾ പറയുന്നു, പിന്നെ നമ്മൾ നന്നാവും എന്ന് പറയുന്നു. അങ്ങനെ 3 ലെയറായിട്ട്. അപ്പോൾ കേൾക്കുന്നവർക്കൊരു സുഖമുണ്ട്, പറയുന്നവർക്ക് ഓപ്പണായിട്ട് പറയുകയും ചെയ്യും. പിന്നെ ചില വ്യക്തികളുണ്ട്, വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ക്രിറ്റിസിസം ചെയ്യുന്നവർ. അവരെ നമ്മൾ മൈൻഡ് ആക്കണ്ട. ഇപ്പോൾ എന്താ ചെയ്യുക, ഞാൻ നടന്നു പോകുന്ന വഴി എൻ്റെ കയ്യിലെ സ്വർണ്ണ മോതിരം വെള്ളത്തിൽ വീണു, മീൻസ് ചെളി വെള്ളത്തിൽ വീണു. ഞാൻ ആ മോതിരം കളഞ്ഞിട്ട് പോവോ? ഒരിക്കലും ഇല്ല. ഞാൻ ആ മോതിരം എടുക്കും, പക്ഷെ അതിലെ ചെളി കഴുകി കളഞ്ഞിട്ടായിരിക്കും എടുത്തിട്ട് എൻ്റെ വിരലണിയുന്നത്, അല്ലേ? അതുപോലെ ആയിരിക്കണം ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ആരോഗ്യകരമായ ക്രിറ്റിസിസം എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം. നമ്മൾ വ്യക്തികളെ അല്ലല്ലോ ക്രിറ്റിസിസ് ചെയ്യേണ്ടത്, അവർ ചെയ്യുന്ന മോശം പ്രവൃത്തികളെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരിലും നന്മ കണ്ടെത്താൻ പറ്റട്ടെ. നമ്മുടെ ക്രിറ്റിസിസം മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നതാവട്ടെ. എല്ലാവർക്കും താങ്ക് യു.